അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ഷീറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ കാർ ഇട്ടായിരുന്നു. ഇപ്പോൾ അവിടെ കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കാറില്ല, കാറിൻ്റെ കീഴൊന്നും എൻ്റെ അടുത്തില്ല. കാരണമുണ്ട്, അണ്ടർ കോട്ടിങ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കാറ് തിരിച്ച് വാങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാൻ പോണേ. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോണത് അല്ലേ? ഇന്നലെ മുതൽ നടക്കാതെ ഇന്നലെ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ കൊച്ചിനെയും കൊണ്ട് വിട്ടിട്ട് ഇന്നലെ ഞങ്ങൾ കാർ കൊടുത്തു വിട്ടു. അതിൻ്റെ തിരിച്ച് ഞാനും കൊച്ചും അച്ഛനും കൊണ്ട് നടന്നു പോയി. പിന്നെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് അല്ലേ പകുതിച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടൂല എന്ന് പിന്നെ അതേപോലെ തിരിച്ച് നടന്നു. ഇന്ന് ഒരു 9 മണിയാകുമ്പോൾ ചെല്ലാന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നപ്പോൾ ഇത്ര സമയമായി, ഒരു 10:30 അപ്പോൾ ഞങ്ങൾ നടന്നു പോകാന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ 100-300 രൂപയും ചെലവായില്ലേ? എൻ്റെ അമ്മോ, ഒരു വണ്ടി ഉള്ളത് ഗുണമല്ല. ഇപ്പൊ 2 വീലർ ഇപ്പൊ എടുക്കാൻ പറ്റില്ല, കാരണം 2 വീലർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാർ ആരോ അടിക്കും. അതെ, അല്ലെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് അതൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ രണ്ടാമത് നടക്കണ്ടേ? ശരി, അപ്പൊ പോലെ അടാ 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 ഒന്ന് പിടിച്ചോ. കടവിന്റെ പേരൊക്കെ എഴുതിയിട്ടില്ല. കടവ് സൂപ്പർ. വിശന്നു പോയി. അയ്യോടാ പാവം. രാവിലെ നടന്നു കുറേ പ്രാവശ്യം, കുറേ തവണ. ഇപ്പൊ ഞങ്ങള് സമാധാനമായിട്ട് പോയി കാർ എടുത്തു നമ്മളല്ലേ? ദേണം നമ്മുടെ കാർ അങ്ങനെ. ഓക്കെ, അടയുണ്ട്. സൂപ്പറാ. ഇപ്പൊ വിത്തൗട്ട് ചായ ഞങ്ങൾ രണ്ടുപേരും. എത്രാമത്തെ? രണ്ടാമത്തെ. വിശന്നിട്ട് വെള്ളം അതുകൊണ്ട് തിന്നു. അല്ലെങ്കിൽ ഞാൻ ഒറ്റ കടയിൽ നിൽക്കും. ഇതൊക്കെ ചക്ക. പിന്നെ എന്റെ ഫേവറേറ്റ് സാധനം ചക്ക. ഇല്ല കൊള്ളാട്ടാ. ഈ കാണാൻ മല്ലൂസ് ധാബയില നമ്മളിപ്പോ നിക്കണം കേട്ടാ. ഓക്കെ, ഇനി കാറ് കാണിക്കാം. കാറിനത് വൃത്തിയായിട്ട് കഴുകി അല്ലേ? നിറച്ച് ചെളിയും പൊടിയായിരുന്നു. ഒന്ന് ഇടുക്കിക്ക് പോയതാ. നിറച്ച് ചെളി, അടിയിട്ട് ഭയങ്കര ചെളിയായിരുന്നു, ഫുള്ള് ചെളിയായിരുന്നു. ഇപ്പൊ കറുത്ത പെയിന്റ് അടിച്ചു. ഇതൊക്കെ കാരണം കറുത്ത പെയിന്റ് കേട്ടാ. കാരണം കറുത്ത പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മളവിടെ കയറ്റിയത്. പിന്നെ കാറിന്റെ ഇപ്പൊ മൊത്തത്തിൽ ലുക്ക് കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല കളർഫുൾ ആയില്ലേ? മീൻസ് ഇച്ചിരി ഒരു ഗ്ലോ വന്നു. ഇപ്പൊ ഇത്ര നാള് ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് ആകെ ഒരു ഇതായിരുന്നു. പിന്നെ ഇഞ്ചിറി ഇപ്പൊ കണ്ടോ, അത്ര വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഈ കണ്ടതൊന്നും പോകില്ല കേട്ടോ, കാരണം 10-17 വർഷം ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഓടിച്ചാണ്. സീറ്റ് കവർ ഒന്ന് ചേഞ്ച് ചെയ്യണം, ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. സീറ്റ് കവർ ചേഞ്ച് ചെയ്യണം എന്നല്ലാതെ വേറെ അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല. ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലേ, ഉണ്ടാ. ഈ കണക്കൊന്നും യാതൊരു ഇഷ്യൂല്ല കേട്ടോ. ഇതിപ്പോൾ തുരുമ്പൊന്നുമില്ല, എന്നാലും നമ്മളത് ചെയ്യിപ്പിച്ചത് വേറെ ഒന്നല്ല. കാരണം നമ്മൾ ഇത്രയും ലോങ് പോണതാ. എവിടെയെങ്കിലും എന്തെങ്കിലും തുരുമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ പണിയാം. ഓക്കെ, ഇപ്പൊ 2 ദിവസം വണ്ടി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ സമാധാനം ഉണ്ടാവുന്നല്ലേ? കുട്ടിയുടെ സമാധാനക്കേടായിരുന്നല്ലേ? വണ്ടി കാണാത്തോണ്ട് ഇപ്പൊ എന്താ ഒരു സ്ഥിരമുള്ള പരിപാടി. വൈകുന്നേരം ആകുമ്പോൾ കാറിന് കറക്കണം. ഇപ്പൊ ശീലായി അവനല്ലേ? അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് പെണിഞ്ഞ് കരഞ്ഞ് ആകെ. ഒന്നുകൂടി കാണിക്കാട്ടോ. ഇതാണിപ്പോ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് പതുക്കൊന്ന് ചാർട്ട് ചെയ്താട്ടത്. എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു പേരമരം ഉണ്ട്, വീടിൻ്റെ അവിടെ ഒരു പേരമരം ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചാർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചൂടാക്കി ഒന്ന് നിവർത്തി തന്നെ കാണണം. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ലുക്കായില്ലേ? അപ്പോൾ വണ്ടി ലുക്കായി. അത്യാവശ്യം നല്ല കുഴപ്പമില്ല കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴും നല്ല സുഖമായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ അണ്ടർ കോട്ടിങ്ങിനും പിന്നെ കാർ വാഷിനും കൂടി എത്ര രൂപയായി? 2500 രൂപ ബില്ല് കാണിക്കും. അതാ കാരണമാണ് എലവങ്കൽ ഓട്ടോ സർവീസ്. നമ്മുടെ ഈ സെമിനാരിപ്പടി അടുത്താട്ടാ. 2500. ആ, ഇത്രയും നാളും ഈ ബൈക്കൊക്കെ ആകുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല.
സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ അമ്മച്ചിയെ നല്ല കാശ് കൊടുക്കാട്ടാ. ഒരു രക്ഷയില്ല. നമ്മുടെ ഈ പൈസ പോലെ അറിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം പൈസ അല്ലേ. പോവാന്നാവാ. പോന്നാ ആണാ. $5,000 ആണെന്ന് തോന്നണം, എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ എങ്ങനെ പോയതാ? ഞങ്ങള് കാറിന്റെ ഉള്ളിൽ കയറി അല്ലേ. ഇപ്പൊ വീട്ടിലോട്ട് പോകണം നമ്മള്. വീട്ടിലേക്ക് പോവാണ്. എന്താ പറയാ, 200 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു. സാധാരണ ഞങ്ങള് എന്താ പറയാ, ബൈക്കിന് പോകുമ്പോഴും 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. അത്രേ ഉള്ളൂ. എന്താ പറയാ, ഞങ്ങൾ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോകും അല്ലേ. പിന്നങ്ങനെ വേറെ അവിടെ പോകാനില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി പെട്രോൾ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളാ യൂസ് ചെയ്യുന്ന പെട്രോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഇച്ചിരി അടിച്ചിട്ട് അത്രേ ഉള്ളൂ. കാരണം ഈ കാലത്ത് ഭയങ്കരമായിട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവസ്ഥയാ. അപ്പൊ ഇത്തിരി വെള്ളം കുടിക്കാന്നത് കയറിയതാ. നേരെ ഇനി വീട്ടിൽ പോണം അല്ലേ. സ്ട്രേറ്റ് വീട്ടിൽ പോണം. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയ്ക്ക് ആകുന്നുണ്ട്. അപ്പൊ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ടാറ്റാ. ബൈ ബൈ.